അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായക ചർച്ചയ്ക്ക് ഗൾഫ് രാജ്യമായ ഒമാൻ വെള്ളിയാഴ്ച വേദിയാകും. നേരത്തെ തുർക്കിയിൽ നിശ്ചയിച്ച യോഗം പിന്നീട് ഒമാനിലേക്ക് മാറ്റുകയായിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധസാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒമാനിലെ യോഗം ഗൾഫിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പേർക്ക് ഏറെ നിർണായകമാണ്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകളെ ലോകം പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ആദ്യം തുർക്കിയിൽ നിശ്ചയിച്ച യോഗം പിന്നീട് ഒമാനിലേക്ക് മാറ്റുകയായിരുന്നു. സമാധാന ശ്രമങ്ങൾ പൊളിഞ്ഞെന്ന് നേരത്തെ ചില റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഇതിനിടെയാണ് ഒമാനിലെ യോഗം. ഇറാനെ ആക്രമിക്കരുതെന്ന് GCC രാജ്യങ്ങൾ അമേരിക്കയോട് ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിരുന്നു. ഇറാനെ ആക്രമിക്കാനായി ഗൾഫിന്റെ ആകാശപാത ഉപയോഗിക്കരുതെന്ന് സൗദി അറേബ്യയും അമേരിക്കയോട് നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതേസമയം അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ GCC രാജ്യങ്ങളിലെ US താവളങ്ങളിലും ആക്രമണം നടത്താനാണ് ഇറാന്റെ പദ്ധതി. ഇത് ഫലത്തിൽ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളെയും ബാധിക്കും. ഇതിന്റെ പ്രത്യാഘാതം കൂടി മനസ്സിലാക്കിയാണ് ഒമാനിൽ മഞ്ഞുരുകലിന് സാധ്യതയേറുന്നത്. എണ്ണ ഉത്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക്കിലെ 4ാമത്തെ പ്രധാന ശക്തിയാണ് ഇറാൻ. ഇറാനുമായി അമേരിക്ക യുദ്ധം വന്നാൽ പ്രത്യാഘാതം രൂക്ഷമാകും. മാത്രമല്ല, കടൽ മാർഗമുള്ള ലോകത്തെ 5-1 ചരക്കു സാധനങ്ങളും കടന്നുപോകുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഈ പാത ഇറാൻ അടച്ചാൽ എല്ലാവർക്കും തിരിച്ചടിയാണ്. അതിനാലാണ് അമേരിക്കയും ഇറാനും ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്ന് GCC രാജ്യങ്ങൾ ആവശ്യപ്പെട്ടത്. മാത്രമല്ല, യുദ്ധത്തിനെതിരെ UAE, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദവും ശക്തമാണ്. അതിനാൽ ഒമാൻ യോഗം ഗൾഫ് രാജ്യങ്ങൾക്കൊപ്പം ലോകരാജ്യങ്ങൾക്കും നിർണായകമാണ്. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, Dubai. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.